നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ചിലതൊക്കെ ദുഃഖം ഉണ്ടായ അനുഭവങ്ങളാണ്, ചിലതൊക്കെ സന്തോഷം തന്ന അനുഭവങ്ങളാണ്. സന്തോഷ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ ജീവിച്ച് ഇവിടെ എത്തിച്ചേർന്നവരാണ് നമ്മൾ ഓരോ ആളുകളും. ഈ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയായത് പലപ്പോഴും അന്നത്തെ ആ അനുഭവങ്ങളിലെ ചില വികാരങ്ങൾ മാത്രമാണ്. ഇന്നും ദുഃഖമുള്ള അനുഭവങ്ങൾ ഓർക്കുമ്പം ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ദുഃഖം തോന്നാറുണ്ടോ? അന്ന് ബാക്കി വെച്ച ആ ദുഃഖത്തിന്റെ ആ വേദനയാണ് ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളത്. ഈ ദുഃഖത്തിന്റെ ഭാരവും പേറി എത്രയോ വർഷക്കാലമായി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ശരിയല്ലേ? നമ്മുടെ ശരീരത്തെ എത്ര വൃത്തിയിലാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഈ ശരീരം വൃത്തിയാക്കാൻ നമ്മൾ എന്തോരം പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പല്ല് തേക്കും, ശരീരത്തെ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമാണ്. നഖം വെട്ടാറുണ്ട്, നമ്മൾ ശരീരം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമാണ്. കുളിക്കാറുണ്ട്, അല്ലെ? നമ്മൾ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ശരീരം വൃത്തിയായി കൊണ്ടു നടക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. എന്നാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത, കൈകൊണ്ട് തൊടാൻ കഴിയാത്ത നമ്മുടെ ഒരു വലിയ ഭാഗം തന്നെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. പലപ്പോഴും ഈ ശരീരത്തെ പോലും നിയന്ത്രിക്കുന്ന നമ്മളെന്ന നമ്മുടെ മനസ്സ്. ഈ മനസ്സിന്റെ ഉള്ളിലും ഇതുപോലെ ഒരുപാട് അഴുക്കുകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നപ്പം നമ്മുടെ ഉള്ളിൽ ബാക്കിയായ ചില വികാരങ്ങൾ. ഈ വികാരങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന അഴുക്കുകളാണ്. ഈ അഴുക്കുകളുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്. നമ്മൾ വിചാരിക്കുന്ന ആനന്ദത്തിന്റെ ഒരു കൊടുമുടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്. നമ്മൾ അറിയാതെ ഈ ഭാരവും പേറി നമ്മളിങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ അങ്ങനെയുള്ള അനുഭവങ്ങൾ തീർത്ത കുഴികളിലാണ് പലപ്പോഴും പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിയുന്നില്ല. ഏതായാലും ഇത്തരം അഴുക്കുകളെ ശരീരത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു പ്രോഗ്രാമാണ് മൈൻഡ് പാത്ത് എന്ന് പറയുന്നത്. മൈൻഡ് പാത്ത് ഓൺലൈൻ പ്രോഗ്രാം നടത്താറുണ്ട്. ഒരുപാട് കാലമായിട്ട് നടത്തിപ്പോരുകയും ഒരുപാട് ആളുകളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും മൈൻഡ് പാത്ത് എന്ന ഓൺലൈൻ പ്രോഗ്രാമിലൂടെ നമുക്ക് സാധിച്ചപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് നമ്മുടെ ഒരു സർക്കിൾ ഇതില്ലേ. ഓഫ്ലൈൻ എന്ന് പറയുന്ന നേരം ഒന്നുകൂടെ ഒരു അഡ്വാൻസ് ആയി. കാരണം നമ്മൾ എല്ലാറ്റിൽ നിന്നും ഡിസ്റ്റാച്ച് ആകും. നമ്മുടെ വീട്, നമ്മുടെ ഫാമിലി എല്ലാത്തിൽ നിന്നും മാറി ഒരു ദിവസം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫുൾ ഡേ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അഴുക്കുകളെയും ഒന്ന് കഴുകി വൃത്തിയാക്കി മനസമാധാനത്തിലേക്ക് വരാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മുടെ മറ്റു സറൗണ്ടിങ്സ് നമ്മളെ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. സാധാരണ ഓൺലൈൻ ക്ലാസ്സിൽ പലരും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഇതിലെ. ആരെങ്കിലും വിളിക്കും, ആരെങ്കിലും ശല്യപ്പെടുത്തും, അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. പിന്നെ കുറഞ്ഞ സമയമാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരിക്കാൻ കഴിയുക. കാരണം ഒരു 1.5 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള തിരക്കായി. എന്നാൽ ഓഫ്ലൈൻ സെഷൻസിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം നമ്മളൊരു ഫുൾ ഡേ തന്നെ നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വാല്യുബിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഇത്തരം നമ്മുടെ മനസ്സിനെ പരിമളമാക്കാൻ, പരിശുദ്ധമാക്കാൻ നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ. അപ്പോൾ മൈൻഡ് ബാത്ത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈൻഡ് ബാത്ത് എന്ന് പറയുന്ന ഒരു ഓഫ്ലൈൻ സെഷൻ പ്ലാൻ ചെയ്തത്. ഏതായാലും ഇക്കഴിഞ്ഞ കുറെ ആയിട്ട് നമ്മൾ ഒരുപാട് ആളുകളിൽ ഇത് നടത്തുകയും അവരിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് അറിയാൻ കഴിയുകയും അവരുടെ ജീവിതം അവരിപ്പോഴും നമ്മളെ കണക്ട് ചെയ്യുകയും അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ പറയുകയും ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് അത്തരം ബാച്ചുകൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയാണ്. ഈ ഒരു സെഷൻ മാത്രമല്ല, അതായത് നമ്മുടെ മനസ്സിനെ ക്ലെൻസിങ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പരിശുദ്ധമാക്കുക എന്നത് മാത്രമല്ല, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ജേണൽ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രവർത്തനവും കൂടെ അതിൽ വരുന്നുണ്ട്, അല്ലെ? അൽഹംദുലില്ലാ എന്ന് നമ്മൾ ഹൃദയത്തിൽ തൊട്ട് പറയുന്ന ആ വാക്കിന് അതിന് ഭയങ്കരമായൊരു പവർ ഉണ്ട്. ആ പവർ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ പടച്ചവനിലേക്ക് ആഞ്ഞെടുക്കുന്ന, അല്ലെ, പ്രാർത്ഥനയുടെ ഏറ്റവും മൂർത്തിതമായ ഒരു ഭാവത്തിലേക്ക് നമുക്ക് മാറാനും പടച്ചവനിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പടച്ചവനിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യല്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കാനാണ്. കാരണം അവിടെ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് അനുഭവിച്ചാൽ മാത്രം അറിയുന്നതാണ്. അപ്പം ആ രീതിയിലേക്ക് വളർന്നു വരാനും ആഗ്രഹിക്കുന്ന ആളുകൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. തീർച്ചയായിട്ടും ഓഫ്ലൈൻ എന്ന് പറയുന്നത് മറ്റൊരു അനുഭവം തന്നെയാണ്. ഓൺലൈനിനേക്കാളും ഒരുപാട് അനുഭൂതിദായകമാണ്
ശരിക്കും ഓഫ്ലൈൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സർക്കിളിൽ വരികയും ഒരു ടീമായിട്ട് ജോയിൻ ആയിട്ട് നമ്മൾ ആ ഒരു സിനർജി എന്ന് പറയും, നമ്മൾ ടീമായിട്ട് കിട്ടുന്ന ഒരു എനർജിയാണ് സിനർജി എന്ന് പറയുക. ആ ഒരു ടീമായിട്ട് നമ്മൾ നേരിട്ട് അത്തരം പ്രവർത്തനങ്ങളിലൂടെ അത്തരം പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റം അനുഭവിക്കാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഏതായാലും ഇത് മാത്രമല്ല, ഇതോടൊപ്പം നമ്മുടെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കുട്ടിക്കാലം മുതൽ നമ്മളിങ്ങനെ വളർന്നു വരുമ്പോഴും പല ഘട്ടങ്ങളിലും നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നാറില്ലേ? ഉണ്ട്. നമ്മുടെ സ്വഭാവം ചിലതൊക്കെ നമുക്ക് നമ്മളെ തന്നെ പിടിച്ച് കിണറിൽ ഇടണം എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളോട് തോന്നിയ കുറ്റബോധം, നമുക്ക് നമ്മളോട് തോന്നിയ വെറുപ്പ്, ഇതൊക്കെ കഴുകി കളയുകയും നമ്മുടെ പാരന്റ്സിനൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ അവരെ സ്നേഹിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്ത് അവസാനം മനോഹരമായ ഒരു തൗബയോടുകൂടെ അവസാനിക്കുന്ന അതിസുന്ദരമായ ഒരു പ്രോഗ്രാമാണ് മൈൻഡ് ബാത്ത് എന്ന് പറയുന്നത്. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുക, ഒരു വട്ടമെങ്കിലും മൈൻഡ് ബാത്ത് അറ്റൻഡ് ചെയ്യണമെന്നാണ്. ആ ഒരു ടീമിലേക്ക് ഒരു വട്ടമെങ്കിലും ജോയിൻ ചെയ്യണമെന്നാണ്. കാരണം ഈ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച മാനസിക ഭാരങ്ങളിൽ നിന്ന് നമ്മൾ പരിപൂർണമായിട്ടും മുക്തി നേടിയപ്പം നമ്മൾ അനുഭവിച്ച അസുഖവും സന്തോഷവും തന്നെയാണ്. തീർച്ചയായിട്ടും അത് അനുഭവിക്കാൻ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ ഒരു മാസം നമ്മൾ മലപ്പുറത്തും അതുപോലെ കോഴിക്കോടും വെച്ച് നടക്കുന്നുണ്ട്. 3 പ്രോഗ്രാമുകളാണ് നടത്തുന്നത്. ഒന്ന് മലപ്പുറം കോട്ടക്കലിൽ വെച്ച് നടക്കുന്ന ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മറ്റൊന്ന് കോഴിക്കോട് നമ്മുടെ മൈൻഡ് ട്യൂണിന്റെ ഓഫീസിൽ ഹാളിൽ വെച്ച് തന്നെ നടത്തുന്ന ലേഡീസിന്റെ മറ്റൊരു പ്രോഗ്രാമാണ്. 3 കുറെ പുരുഷന്മാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ അവസരമുണ്ടോ എന്ന്. അവർക്കും കോഴിക്കോട് നമ്മുടെ മൈൻഡ് ട്യൂണിന്റെ ഓഫീസിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസം നമ്മൾ ആ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ എല്ലാവരും ആ പ്രോഗ്രാമിൽ ഉണ്ടാവണം. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഭാരങ്ങളെയും അഴിച്ചു വെച്ച് സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ അസുഖം നമുക്ക് അനുഭവിക്കാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥന നടത്തുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ആരാണോ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു. ടാറ്റ. ബൈ ബൈ.